സോ ഈ ഫയർവാളിൽ ഇപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാം. ഇതിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസിൽ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി IP എടുത്തു വാന്. നമുക്ക് ഈ IPനെ സ്റ്റാറ്റിക് ആയി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാം. ഇപ്പോൾ ഇത് DHCP റേഞ്ചിൽ എടുക്കുന്നത്. നമ്മൾ മാനുവലി ഒരു IPനെ സ്റ്റാറ്റിക് ആയി കൊടുക്കുക. 30.222 ഇതാണ് സ്റ്റാറ്റിക് IP. അപ്പോൾ വാൻ, അതായത് പുറത്തുനിന്ന് ഒരു നെറ്റ്വർക്കിൽ നിന്ന് എനിക്ക് ഇതിലേക്ക് ലോഗിൻ ഞാൻ അലോ ചെയ്യുന്നുണ്ട്. HTTP ഇല്ല, PS മാത്രം. ഓക്കെ ഓക്കെ, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് മാനുവലി ഒരു IP ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഗേറ്റ് വേയും കൂടെ സ്പെസിഫൈ ചെയ്യണം. ഏതാണ് ഇതിൻ്റെ ഗേറ്റ് വേ എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, DHCPയിലാണ് കിടക്കുന്നതെങ്കിൽ, വാൻ പോർട്ട് DHCPയിലാണെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യേണ്ട. സ്റ്റാറ്റിക് IP ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വാൻ പോർട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, വാൻ പോർട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. വാൻ പോർട്ട് സ്പെസിഫൈ ചെയ്യാനായിട്ട്, വാൻ പോർട്ടിൻ്റെ സ്റ്റാറ്റിക് ഗേറ്റ് വേ സ്പെസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാറ്റിക് റൂട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. സ്റ്റാറ്റിക് റൂട്ടിൽ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ന്യൂ കൊടുക്കും. അപ്പം എപ്പോഴാണ് ചെയ്യേണ്ടത്? അത് വാൻ IP നമ്മൾ സ്റ്റാറ്റിക് ആക്കി കൊടുക്കുമ്പോൾ ചെയ്യേണ്ട കേസാണ്. അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടില്ല. ഓക്കെ, നമ്മളിവിടെ ഒന്ന് ഡെസ്റ്റിനേഷനിലൊന്നും ചെയ്യേണ്ട, ഗേറ്റ് വേ അഡ്രസ്സ് മാത്രം കൊടുക്കുക. 192.168.30.1 ആണ് എൻ്റെ ഗേറ്റ് വേ വരുന്നത്. ഓക്കെ, അതായത് എൻ്റെ ഈ ഫയർവാൾ കണ്ടിരിക്കുന്നത് റൗട്ടറിൻ്റെ ബാക്കിൽ. ഓക്കെ, അപ്പോൾ ആ റൗട്ടറിൻ്റെ IP ആണ് ഞാൻ കൊടുക്കുന്നത് 30.1. അതിനുശേഷം ക്ലിക്ക് ചെയ്തു. ഇത് ഓട്ടോമാറ്റിക്കലി എടുക്കും 30 സീരീസ് വരുന്നത്. അപ്പോൾ വാൻ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി. ഇല്ലെങ്കിൽ നമ്മൾ വാൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് കിട്ടും. ഓക്കെ, അത് കാണിക്കാനായിട്ട് ഞാനിത് ആദ്യം ഡിലീറ്റ് ചെയ്യണേ. ഇത് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം നോക്കാം. ഇതിപ്പോൾ കൊടുത്തിട്ടില്ല. അങ്ങനെ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടില്ലെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പിങ് നോക്കുകയാണ്. ഇവിടെ നെറ്റൊക്കെ എടുത്തു, ഇൻ്റർനെറ്റ് കിട്ടി. ഇതിൻ്റെ ത്രൂ എനിക്ക് ഇൻ്റർനെറ്റ് ഉണ്ട്. കൺഫേം ചെയ്യാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഉണ്ട്. ഓക്കെ, വൈഫൈയും വേറെ കാര്യങ്ങളൊന്നും എനേബിൾഡ് അല്ല. ഓക്കെ, വൈഫൈ ഒന്നും എനേബിൾഡ് അല്ല. ആകെ ഇൻ്റർനെറ്റ് ത്രൂ, അതായത് ഫയർവാളിൽ നിന്നാണ് എനിക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നത്. കൊടുത്തു, ഞാൻ പിങ് കൊടുക്കുകയാണ്. ഗൂഗിളിൻ്റെ DNSലേക്ക് പിങ് നോക്കുക. കണ്ടോ, ഡെസ്റ്റിനേഷൻ നെറ്റ് അൺറീച്ചബിൾ. അതായത് ഇതെന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 8.8.8.8 എന്ന് പറഞ്ഞ അഡ്രസ്സ് നമ്മുടെ ഫയർവാളിൽ ചെന്ന് ചോദിക്കുന്നത്. ഫയർവാളിൻ്റെ വാൻ എവിടെയാണ് ചെയ്തേക്കുന്നത്? വാൻ വരുന്നത് കേബിള് നമ്മുടെ റൗട്ടറിലാണ്, നമ്മുടെ മെയിൻ റൗട്ടറിൽ. അപ്പോൾ അവിടെ ചെന്ന് ചോദിക്കും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അവിടെ ചെന്ന് ചോദിക്കും 8.8.8.8. ഓക്കെ, ഇനി ചോദിക്കണമെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഇങ്ങനെയാണ് നടക്കുന്നത്. നമ്മൾ കമാൻഡ് ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിൽ പോയി ചോദിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ ചോദിക്കാനായിട്ട് മാനുവലി നമ്മുടെ വാൻ പോർട്ടിൽ സ്റ്റാറ്റിക് IP ഡിഫൈൻ ചെയ്ത് കൊടുത്തു. അതായത് നമ്മുടെ ഇൻ്റർഫേസിൽ വന്നിട്ട് 222 എന്നുള്ള സ്റ്റാറ്റിക് IP അസൈൻ ചെയ്ത് കൊടുത്തു. പക്ഷേ ഇത് എവിടെ ചെന്ന് ആരാണ് നമുക്ക് തരുന്നതെന്നുള്ള ഗേറ്റ് വേ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ 8.8.8 കൊണ്ട് പിങ് റീച്ചബിൾ അല്ലാത്തത്. അതായത് പുറത്തെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ആവണമെങ്കിൽ നമ്മൾ സ്റ്റാറ്റിക് IP ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഏതിന്? ഗേറ്റ് വേക്ക്. അപ്പോൾ നമ്മൾ ക്രിയേറ്റിന് കൊടുത്തു, നമ്മൾ IP സെറ്റ് ചെയ്യുന്നു 192.168.30.1. ഓക്കെ, ഓട്ടോമാറ്റിക്കലി വാൻ IP എടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. പിങ് കൊടുക്കുന്നു. ഇതാ, കാരണം എനിക്കറിയാം ഇപ്പോൾ ഫയർവാളിന് മനസ്സിലായി ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആരോടാണ് പോയി ചോദിക്കേണ്ടതെന്നുള്ളത് കിട്ടി. ഓക്കെ, ആരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉത്തരം കിട്ടും എന്നുള്ളത് കിട്ടി. ഇനി ഞാനിത് ഡിസേബിൾ ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്ക് പിങ് മാത്രമാണ് പ്രശ്നമുള്ളൂ എന്ന് വിചാരിക്കും. ഞാൻ പിങ് എക്സാമ്പിൾ കാണിച്ചു, ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ യൂട്യൂബ് നോക്കുക. യൂട്യൂബ് എന്ന് പറഞ്ഞ് ഫയർവാൾ ഇപ്പൊ നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞ ആപ്പിൽ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാപ്പിൽ നിന്ന് ഫയർവാൾ ചോദിക്കും യൂട്യൂബിലേക്ക് ആക്സസ് കൊടുക്കും. ഫയർവാൾ ഇത് വാനിൽ പോയി ചെന്ന് പറയും യൂട്യൂബിലേക്ക് ആക്സസ് കൊടുത്തോളാൻ പറയും. പക്ഷെ വാൻ ആരോട് ചെന്ന് ചോദിക്കും? വാൻ അറിയത്തില്ല. സ്റ്റാറ്റിക് IP കൊടുത്ത സ്ഥിതിക്ക് വാൻ അറിയത്തില്ല ഇത് ആരോട് പോയി ചോദിക്കണം എന്നുള്ളത്. ഇതിന്റെ ബാക്കിൽ ഒരു റൗട്ടർ ഉണ്ടോ എന്താണെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് IP കൊടുത്താൽ മാത്രമാണ് ഇതിന് റൂട്ട് ക്ലിയർ ആകത്തുള്ളൂ. ഓക്കെ, എനിക്ക് ഈ റൗട്ടറോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ IP-യിലേക്ക് പോയാൽ ഇതിനുള്ള ഉത്തരം കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാറ്റിക് റൂട്ട് ഡിഫൈൻ ചെയ്യണം. ഇപ്പോൾ ഇത് റീച്ചബിൾ അല്ല. നമ്മൾ
ഡിഫൈൻ ചെയ്യുന്നു 192.168.30.1 വാൻ ഐ പി ഓക്കെ കൊടുത്തു. അതിനുശേഷം യൂട്യൂബിൽ പോയി ഞാൻ റീഫ്രഷ് അടിച്ചു. കണ്ടോ? ഇപ്പോൾ യൂട്യൂബിലേക്ക് ലോഡായി. കിട്ടിയത് കണ്ടോ? അത്രേ ഉള്ളൂ. അപ്പോൾ സ്റ്റാറ്റിക് റൂട്ട് ഡിഫൈൻ ചെയ്യേണ്ടത് എപ്പോഴാണ്? നമ്മളെ ഇൻ്റർഫേസിൽ വാൻ ഐ പി പലതിനും സ്റ്റാറ്റിക് റൂട്ട്. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വാൻ ഐ പി സ്റ്റാറ്റിക് ആക്കി കഴിഞ്ഞാൽ ഇതിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി മറ്റൊരു കേസ് പറയാം. ഞാൻ ഇതിനങ്ങ് ക്ലോസ് ചെയ്തു. ഓക്കെ. ഇപ്പം ഒരാൾ നെറ്റ്വർക്കിൽ ഇപ്പോൾ അയാൾക്ക് എൻ്റെ യൂസർ നെയിം പാസ്വേഡ് അറിയാമെന്ന് വിചാരിക്കാം. ഓക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ യൂസർ നെയിം പാസ്വേഡ് കിട്ടി. ഓക്കെ. ഞാൻ ഇവിടെ ഇഥർനെറ്റ് പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഗേറ്റ് വേ കിട്ടും. ഓക്കെ. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നേരെ ക്ലിക്ക് ചെയ്തു 168.1.99 സെർച്ച് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് അറിയാവുന്ന ഒരാളാണെങ്കിൽ അകത്തേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ സംഭവം മാറ്റാം. നമുക്കൊരു പോർട്ട് ഇടാൻ പറ്റും ഇതിന്. പോർട്ട് അഡ്രസ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് ഡയറക്റ്റ് ഇങ്ങനെ ഒരു ഐ പി അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ആവാണ്ട് നമുക്കൊരു പോർട്ട് ഇടാം. പോർട്ട് ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റിയാണ് ഫയർവാളിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള. നമുക്ക് പോർട്ട് സെറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം. ഒരു പോർട്ട് ഇടാം. പോർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഗുണങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റത്തിൽ വരിക. സിസ്റ്റത്തിൽ സെറ്റിങ്സിൽ പോവുക. സിസ്റ്റം ചിലപ്പോൾ 40F വരുമ്പോൾ സിസ്റ്റം ഇവിടെ ആയിരിക്കില്ല, ചിലപ്പോൾ താഴെ ആയിരിക്കും വരുന്നത്. അപ്പോൾ സിസ്റ്റത്തിലാണ് വരുന്നത്. സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിട്ടൊന്നുമില്ല. സിസ്റ്റത്തിൽ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഹോസ്റ്റ് നെയിം നമുക്ക് മാറ്റാമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഹോസ്റ്റ് നെയിം മാറ്റിയിട്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് അപ്ലൈ കൊടുത്തു. വേറെ ഒന്നും ചെയ്യുന്നില്ല, അപ്ലൈ കൊടുത്തു. ഓക്കെ. ഇവിടെ എൻ്റെ ഹോസ്റ്റ് നെയിം മാറിയിട്ടുണ്ടാവും. കണ്ടോ? ഹോസ്റ്റ് നെയിം മാറി. ഓക്കെ. അതാണ് ആദ്യത്തെ ഇത്. ഹോസ്റ്റ് നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. സെറ്റിങ്സ് തിരിച്ച് ചെയ്യാൻ വന്ന് ഹോസ്റ്റ് നെയിം അവിടെ കിടന്നോട്ടെ. ടൈം സോൺ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്കിത് ലോഗിനുള്ള കുറച്ച് ലോഗൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടൈം പ്രോപ്പറായിട്ട് നമ്മുടെ ഫയർവാളിൻ്റെ ടൈം പ്രോപ്പർ ആണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നത് ഓക്കെ. NTP സെർവർ എനേബിൾ ചെയ്തു. ഓക്കെ. ദെൻ ഓക്കെ. അത് അപ്ലൈ കൊടുത്തു. ഓക്കെ. ഇപ്പോൾ ടൈം ഇവിടുത്തെ ലോക്കൽ ടൈമായിട്ട് സിങ്ക് ആയി. ഓക്കെ. 6:34 എന്നുള്ള ടൈം. ഇനി ഇവിടെയാണ് നമ്മുടെ ഇത് വരുന്നത്. ഡിഫോൾട്ട് പോർട്ടാണ് ഈ 443 എന്ന് പറഞ്ഞ പോർട്ട്. ഇതിന് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ. ഒരു പോർട്ടും കൂടെ ഇട്ടു. ഓക്കെ. അപ്ലൈ കൊടുത്തു. ഓക്കെ. അപ്ലൈ കൊടുത്തു. ഇനി ഞാനിത് ക്ലോസ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ ഒരാൾ വന്ന് ഈ നെറ്റ്വർക്ക് ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ 1.99 ഒരു ടാബ് എടുത്ത് 192.168.1.99 അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ആവും. കാരണം നമ്മൾ പോർട്ട് ചേഞ്ച് ചെയ്തു. ആ പോർട്ടും കൂടെ അയാൾക്ക് മനസ്സിലാക്കണം. ആദ്യത്തെ ഒരു ഗുണമാണിത്. എന്ന് പോർട്ട് അടിച്ചാൽ മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്കെ. പോർട്ട് അടിച്ചാൽ മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അത് ആദ്യത്തെ ഗുണം. ഇനി ഞാൻ പറഞ്ഞു എൻ്റെ ഫയർവാൾ ഇരിക്കുന്നത് മറ്റ് ഒരു റൗട്ടറിൻ്റെ ബിഹൈൻഡാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പുറത്തുനിന്ന് ആക്സസ് ചെയ്യണം ആ റൗട്ടറിന്. അല്ലെങ്കിൽ മറ്റേ റൗട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള അതായത് ഇതിൻ്റെ അണ്ടറിൽ കണ്ടില്ല ലാൻ 1ൽ നിന്ന് ലാൻ 4ൽ നിന്ന് ഇപ്പോൾ നമ്മൾ ആക്സസ് കൊടുത്തിട്ടുള്ളത് ഇതിലേക്കുള്ളത്. ഓക്കെ. വാൻ പോർട്ടിൽ നിന്നും ആക്സസ് ഉണ്ട്. അതായത് ഇപ്പോൾ 30 ഡോട്ട് നെറ്റ്വർക്കിൽ എൻ്റെ ലാപ്പ് വരുമെന്ന് വിചാരിക്കുക. അതായത് എൻ്റെ വാൻ ഐ പി 30 ഡോട്ടാണ്. അപ്പോൾ ഇതേ 30 ഡോട്ടിൽ അതായത് ആ റൗട്ടറിൻ്റെ അണ്ടറിലാണ് എൻ്റെ ലാപ്പ് വരുന്നത്. ഫയർവാളിൻ്റെ അണ്ടറിലല്ല, റൗട്ടറിൻ്റെ അണ്ടറിലാണ് എൻ്റെ ലാപ്പ് വരുന്നതെങ്കിൽ ഈ റൗട്ടറിലേക്ക് എനിക്ക് വാൻ ത്രൂ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. വാൻ ത്രൂ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ വാൻ ത്രൂ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ 1.19 1 ഡോട്ടല്ല 30 ഡോട്ട് 222 എന്നുള്ള സ്റ്റാറ്റിക് ആയിപ്പെടുക 30 ഡോട്ട് 222 443 കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാൻ ത്രൂ വരുന്ന കുറച്ച് ത്രെറ്റ് ഉണ്ട്. നമുക്ക് ഈ പോർട്ട് ഡിഫറെൻറ്റ് പോർട്ട് എടുത്തത് 443 എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് പോർട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെറ്റ് കൂടുതലായിരിക്കും വരുന്ന ത്രെറ്റ്. അപ്പോൾ നമുക്ക് അത് കുറയ്ക്കാനായിട്ട് ഈ പറഞ്ഞ പോർട്ട് ചേഞ്ച് ചെയ്യുന്നത് വഴി ഒന്ന് ഒഴിവാക്കാം. രണ്ടാമത്തെ കേസ് എനിക്ക് വേറൊരു നെറ്റ്വർക്കിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഡൈനാമിക് DNS ഉപയോഗിച്ച് എനിക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അത് ഞാൻ കാട്ടിത്തരാം.
ഓക്കെ. അപ്പൊ അതിനും ഈ പോർട്ട് അതായത് 443 എന്ന് പറഞ്ഞ പോർട്ട് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ഡൈനാമിക് DNS ഉപയോഗിക്കുമ്പോൾ കേറാൻ പറ്റും. പക്ഷേ ത്രെറ്റുകൾ കൂടും. നെറ്റ്വർക്കിൽ നിന്ന് വരുന്നത്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്തെങ്കിലും അറ്റാക്ക് ഒക്കെ വരുന്നത് ഈ ഈ പോർട്ട് ഓപ്പൺ ചെയ്യരുതെന്നാണ് നെറ്റ്വർക്ക് സൈഡ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഈ പോർട്ട് ഓപ്പൺ ചെയ്യാനുള്ള അതിന്റെ ഇഷ്യൂകൾ. സോ നമ്മൾ ആ വാൻ പോർട്ടിൽ ആ നെറ്റ്വർക്ക് ഈ 443 ഓപ്പൺ ആക്കിയിടുന്നില്ല. അതിനായിട്ട് നമ്മൾ ഡൈനാമിക് DNS ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അത് ഉണ്ടാക്കാനായിട്ട് ഇന്റർഫേസിൽ നമ്മൾ താഴെയായിട്ട് DNS ഓപ്ഷൻ ഉണ്ട്. DNS ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് 40 ഡിഫോൾട്ട് ആയിട്ടൊരു ഡൈനാമിക് പ്രൊവൈഡർ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 ഗാർഡ് DNS കൊടുക്കുക. അതിനുശേഷം ഇന്റർഫേസ് സെലക്ട് ചെയ്യുക. വാൻ ആണ് ഇന്റർഫേസ്. ഓക്കെ. വാൻ സെലക്ട് ചെയ്തപ്പോൾ നമുക്കൊരു എറർ താഴെ കാട്ടി. ഇതുണ്ടോ? ഇന്റർഫേസ് ഉപയോഗിക്കുന്നത് പ്രൈവറ്റ് IP ആണ്. അതായത് ഞാൻ പറഞ്ഞു എൻ്റെ റൗട്ടറിന്റെ അണ്ടറിലാണ് ഈ പറഞ്ഞ ഫയർവാൾ വരുന്നത്. അപ്പോൾ റൗട്ടറിന്റെ IP ആണ് വാൻ IP ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ പബ്ലിക് IP ഉണ്ടല്ലോ ISP പ്രൊവൈഡ് ചെയ്യുന്നത് പബ്ലിക് ആയിട്ടുള്ള IP ഉപയോഗിക്കില്ല. അത് കിട്ടാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് യൂസ് പബ്ലിക് IP. അത് കൊടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പബ്ലിക് IPയിലാണ് ലോഗിൻ കിട്ടുക. ഇനി ഇവിടെ 3 സെർവറുകൾ ഉണ്ട് അവർക്ക്. ഞാൻ 40 DDNS എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഒരു യുണീക്ക് അഡ്രസ്സ് കൊടുക്കണം ഇതിന്. ഓക്കെ. ഞാനിപ്പോൾ ടെസ്റ്റ് 999 നോട്ട് അവൈലബിൾ ആണ്. ഓക്കെ. അവൈലബിൾ ആണ്. ടെസ്റ്റ് 999.40ddns.com എന്ന് അടിച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല പോർട്ടും കൂടെ അടിക്കണം. ഞാനിത് അപ്ലൈ കൊടുക്കുന്നു. ഓക്കെ. അത് അപ്ലൈ ആയിട്ടുണ്ട്. ഞാൻ ഇനി എൻ്റെ ഫയർവാളിൽ നിന്നുള്ള കണക്ഷനെ റിമൂവ് ചെയ്തു. അത് കൺഫേം ചെയ്യാനായിട്ട് ഞാൻ കാണിച്ചുതരാം. ഇതാ ഫയർവാളിൽ നിന്നുള്ള കണക്ഷൻ റിമൂവ് ചെയ്തു. ഇപ്പം നെറ്റ്വർക്ക് ഒന്നുമില്ല. ഞാൻ പുറത്തൊരു വൈഫൈയിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ. അതിൻ്റെ വൈഫൈയിലല്ല കണക്ട് ചെയ്യുന്നത്. ഓക്കെ. ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടിലോട്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് വൺ ഡോട്ടിൽ ലോഗിൻ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ നോക്കിയാലും വൺ ഡോട്ടിൽ ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഞാൻ ഇനി നമ്മൾ കൊടുത്ത DNS ഉണ്ടല്ലോ ഡൈനാമിക് DNS അത് വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യമേ HTTPS അതിനാണ് ലോഗിൻ അലൗഡ് ഉള്ളൂ. ടെസ്റ്റ് 999.40ddns.com. ഇനി നമ്മൾ പോർട്ടും കൂടെ അടിക്കണേ. കണ്ടോ? ഇതടിച്ചപ്പോൾ എനിക്ക് പുറത്തുള്ള ഒരു നെറ്റ്വർക്കിൽ നിന്ന് ലോഗിൻ ചെയ്യാൻ പറ്റി. പുറത്തുള്ള ഇപ്പം ഞാൻ റിമോട്ട്ലി ഒരു സൈറ്റിൽ വെച്ചേക്കും ഇതിന്. അപ്പോൾ എനിക്ക് ഇത് ലോഗിൻ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതിലേക്ക് ലോഗിൻ ചെയ്ത് ചെറിയ കോൺഫിഗറേഷൻ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിമോട്ട്ലി ഇതിനെ ലോഗിൻ ചെയ്ത് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. ബാക്കിയല്ല റിമോട്ട്ലി ഇതിലേക്ക് ലോഗിൻ ചെയ്യാനുള്ളൊരു ഇതായി. ഇത് ഇപ്പം നമുക്കിത് ആപ്ലിക്കബിൾ ആയത് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഇത് ആപ്ലിക്കബിൾ ആയതെന്ന് വെച്ചാൽ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഫിസിക്കലി ഹാർഡ്വെയർ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ എന്താ LAN 1ലോ LAN 2ലോ ഒന്നും ഞാൻ കണ്ടുതരില്ല. ഓക്കെ. ഇത് ആപ്ലിക്കബിൾ ആവാൻ കാരണം ഇവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാനിൽ ഇതിലേക്ക് ലോഗിൻ കിട്ടാൻ ഉള്ളൊരിത് HTTPS ഞാൻ എനേബിൾ ചെയ്തുകൊണ്ടാണ് ലോഗിൻ കിട്ടിയത്. ഓക്കെ. ഇതിനെ ഞാൻ ഡിസേബിൾ ചെയ്തു. അപ്ലൈ കൊടുത്തു. ഓക്കെ. ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ലോഗിൻ ചെയ്യുക. HTTPS ഇനി ലോഗിൻ ആവില്ല. കാരണം നമ്മൾ HTTPS ഡിസേബിൾ ചെയ്തു വാൻ പോർട്ട്. അതായത് ഇതിപ്പോൾ ചെന്ന് ചോദിക്കുന്ന ഈ ഫയർവാളിനോടാ. ഫയർവാളിനകത്ത് കയറി കഴിഞ്ഞാൽ എന്താ ഇതിലേക്ക് ലോഗിൻ ആവണ്ടെന്ന് പറഞ്ഞു. HTTPSന്റെ ഫംഗ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ ലോഗിൻ ആവണ്ട. ഓക്കെ. നമുക്ക് അപ്പോൾ ലോഗിൻ കണക്ഷൻ പോയി. ഇത് വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കണ്ടോ എറർ കാട്ടി. തിരിച്ച് ഫയർവാൾ കണക്ട് ചെയ്തു. ഓക്കെ. വൺ ഡോട്ട് IP എടുത്തു. 192.168 1.99 ലോഗിനായി. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടെ വന്നു ഇൻ്റർഫേസിൽ പോയി കഴിഞ്ഞാൽ ഫിസിക്കൽ ഇൻ്റർഫേസ് അതിൽ വാനിനെ
എഡിറ്റ് ചെയ്തിട്ട് HTTPS മാത്രം എനേബിൾ ചെയ്യുന്നു. ഓക്കെ, HTTP വേണ്ട. ഓക്കെ, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കത് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, റിമൂവ് ചെയ്തു. ഫയർവാളിൽ നിന്ന് കണക്ഷൻ റിമൂവ് ചെയ്തു. ഇപ്പോൾ വൈഫൈ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. HTTPS ലോഗിനായി. ഓക്കെ, അപ്പം അത്രയാണ് വരുന്നത്. ഇനി മറ്റൊരു കേസ് കൂടെ കാട്ടിത്തരാം. ഇൻ്റർഫേസ്. ഓക്കെ, ഇപ്പം ഞാൻ ലാൻ 1 കണക്ട് ചെയ്ത്. ഓക്കെ, ലാൻ 1 എൻ്റെ ഇത് കണക്റ്റഡ് ആണെന്ന് വിചാരിക്കുക. ലാൻ 1 കണക്ട് ചെയ്യുന്നു. ഞാൻ വൈഫൈ ഓഫ് ചെയ്യാം. HTTPS ലോഗിൻ ആയി. ഓക്കെ, ഇൻ്റർഫേസ് 1 കണക്റ്റഡ് ആണ്. ഓക്കെ, ഞാൻ യൂട്യൂബ് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഓക്കെ എടുത്തു. യൂട്യൂബിലോടായി. ഇനി പിങ് നോക്കാം നമുക്ക്. പിങ്ങും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് ഓക്കെയാണ്. ഇനി ഞാൻ ഇതിനെ 4ലേക്ക്, അതായത് ലാൻ 4ലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോകും. മാറ്റിയാക്കാം. HTTPS പോർട്ടിലേക്ക് വന്നു. ലോഗിനായി. നെറ്റ്വർക്കിൽ പോയ ഇൻ്റർഫേസ് ഹാർഡ്വെയർ സ്വിച്ച്. ഓക്കെ, ഇപ്പോൾ വാനും അപ്പാണ്. ഓക്കെ, വാനും അപ്പാണ്. ലാൻ 4 അപ്പാണ്. ഓക്കെ, നമുക്ക് യൂട്യൂബ് ഒന്ന് നോക്കാം. യൂട്യൂബിലോടാ നമ്മൾ സ്റ്റാറ്റിക് റൂട്ടർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും സ്റ്റാറ്റിക് റൂട്ടർ ഉണ്ടോ എന്നുള്ളത്. സ്റ്റാറ്റിക് റൂട്ടർ ഉണ്ട്. സ്റ്റാറ്റിക് റൂട്ട് ഉണ്ട്. കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ് എറർ ആട്ടി. ഓക്കെ, സ്റ്റാറ്റിക് റൂട്ട് ഇട്ടിട്ടുണ്ട്. ഇൻ്റർഫേസിൽ പോയ ലാൻ 4 അപ്പാണ്. വാൻ കണക്റ്റഡ് ആണ്. നമുക്കിനി പിങ് കിട്ടുമെന്ന് നോക്കാം. സോറി, ഗൂഗിൾ ഡീനസ് ആണ്. പിങ് കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്? നമുക്കത് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.